ഞാൻ ഈ അടുത്ത് ഒരു യുക്തിവാദി ഉണ്ടാക്കിയ ഒരു ഫിത്ന ക്ലിപ്പ് കേട്ടു. ആ യുക്തിവാദി മാപ്പിളന്റെ മുസ്ലിമിന്റെ പേരുള്ളവനാ. അവൻ പറയാണ് പള്ളിയിൽ നിന്നൊക്കെ ഈ ബൗദ്ധ വിശ്വാസികളെ നശിപ്പിക്കണമെന്നാണ് വേർക്കുന്നത്. അങ്ങനെ നശിപ്പിക്കണമെന്ന് വേർക്കല്ലോ നമ്മൾ. അവനെ പോലത്തേതോ ഇവൻ കേട്ട ഒരു വേറെ നമ്മളെ ഉത്തരവാദി. അങ്ങനെ നമ്മൾ വേർക്കില്ല. നമ്മൾ വേർക്കൽ എല്ലാവർക്കും ഹിദായത്ത് സന്മാർഗം കൊടുക്കണേ, എല്ലാവരും നന്നാക്കണേ എന്നാണ് ദ്വാ ചെയ്യാറ്. അതൊന്നും ഇവരെല്ലാത്ത ആരെങ്കിലും അങ്ങനെ വേർത്തിട്ടുണ്ടെങ്കിൽ അതിനോട് പണ്ഡിതന്മാർ ഉത്തരവാദിയും അല്ല. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. അത് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുന്നികൾ ശിർക്ക് ചെയ്തവരാണെന്ന് വാദിച്ച പുത്തൻവാദികൾ ഉണ്ടാക്കിയ ഈ സുന്നികളെ നശിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ, കാരണം അവരുടെ ഭാഷയിൽ നമ്മൾ മുസ്ലിക്കാം, നമ്മളെ നശിപ്പിക്കണമെന്ന് നിലക്ക് അവരുണ്ടാക്കിയ ഒരു പ്രാർത്ഥനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകളൊന്നും നമ്മൾ നടത്തേണ്ട. നമുക്ക് ഖുർആനിൽ പറഞ്ഞ ധാരാളം ദുആ ഉണ്ട്, ഹദീസിൽ വന്ന ധാരാളം ദുആകളുണ്ട്, നമ്മളെ ഇമാമികൾ പഠിപ്പിച്ച ദുആകളുണ്ട്. അത്തരം ദുആകളാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്, അല്ലാത്ത ദുആകൾ അല്ല നടത്തേണ്ടത് എന്ന് കൂടുതൽ അറിവില്ലാത്ത ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ കൂടി അറിവിന് വേണ്ടി ഞാൻ പറയുകയാണ്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. 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 അങ്ങനെ നമ്മൾ വേർക്കില്ല. اللهم اذل الشرك والمشركين. اللهم اذل الكفر والكافرين. കുല്ല മുശ്രിക്കീൻ എന്നോ കുല്ല കാഫിരീൻ എന്നോ അല്ല അവിടെ ഉള്ളത് അൽ കാഫിരീൻ അല്ലെങ്കിൽ അൽ മുശ്രിക്കീൻ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളാണ്. ഈ പ്രയോഗങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാതെ ഉള്ള ആളുകളുടെ മുന്നിൽ വെച്ച് അവർക്ക് അതെടുത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ അത്തരം പ്രാർത്ഥനകൾ നടത്തുമ്പോൾ അവിടെ അതിന്റെ വിഷയം വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത മുസ്ലിം പണ്ഡിതന്മാർക്കുണ്ട്. ഇതിനെ സംബന്ധിച്ച് ചെറിയ സൂചന ഞാൻ 2-3 ദിവസം മുമ്പ് സ്ഥലത്ത് വെച്ച് നൽകി. അത് കേട്ടപ്പോൾ പലരും മനസ്സിലാക്കി അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വേർക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കി. അതിലെന്ത് കുഴപ്പമാണുള്ളത്? അത് കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ചിലപ്പോൾ വാദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് പ്രാർത്ഥിച്ച ചില പണ്ഡിതന്മാർ അല്ലെങ്കിൽ വിവരമുള്ളവർ തന്നെ ഉണ്ടാകും. അവരുടെ ഉദ്ദേശം ഈ യുക്തിവാദി ദുർവ്യാഖ്യാനം ചെയ്തതുപോലെ എല്ലാ ബൗദ്ധ വിശ്വാസികളെയും നശിപ്പിക്കണം എന്നല്ല, മറിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കാലഘട്ടത്തിൽ അതുപോലെ കഴിഞ്ഞുപോയ അമ്പിയാക്കളിൽ പലരുടെ കാലഘട്ടത്തിലും അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ സാഹചര്യം ബുഖാരിയിൽ നമുക്ക് ഇവിടെ കേൾക്കണം. ബാബു ദുആ അലൽ മുശ്രിക്കീൻ എന്താണ് അതിന്റെ അർത്ഥം? ബാബു ദുആ അലൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞാൽ ഓരോ ബൗദ്ധ വിശ്വാസികളെയും പ്രാർത്ഥിക്കുന്ന അധ്യായം എന്നല്ല, മറിച്ച് അൽ മുശ്രിക്കീൻ എന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളെ കൊന്നൊടുക്കി വലിയ ആക്രമണം ചെയ്തിരുന്ന ഒരു സംഭവം ഉണ്ടായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത ദുആ അല്ലാഹുമ്മ അഇന്നി അലൈഹിം ബിസബഇൻ കസബി യൂസുഫ്, അതുപോലെ അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ, അല്ലാഹുമ്മ അൻ ഫുലാനൻ വഫുലാന, ഇങ്ങനെയൊക്കെയുള്ള ദുആകൾ നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചില കൂടുതൽ നമ്മൾ പലപ്പോഴും പറഞ്ഞതുപോലെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന മനുഷ്യന് സംഭവിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഖിബിലാനാണ്. എന്നാൽ പ്രത്യക്ഷത്തിൽ മനസ്സിലാവും അള്ളാഹു നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഖിബിലാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തെ കൈയൊഴിയുന്നു. എന്തുകൊണ്ടായി പറയാൻ കാരണം അദ്ദേഹത്തിന് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നു. ഏറെക്കുറെ ഈ കേരളീയ പശ്ചാത്തലത്തിലെ സമസ്ത സുന്നി വിഭാഗീയതയിൽ സമസ്തക്കാരുടെ പക്ഷത്ത് വ്യക്തമായ കുഫറുണ്ട്. മഹീദിമാരെ ഉൾപ്പെടെയുള്ള സമസ്തയുടെ വേറെ വാക്യങ്ങളൊക്കെ കുഫറാകുന്നു, ശിർക്കാകുന്നു. അതുപോലെ സമസ്തയുടെ പള്ളികളിലും അവരുടെ കേന്ദ്രങ്ങളിലും അവരുടെ മുസ്ലിയാക്കന്മാരുടെ സദസ്സുകളിലും ഒക്കെ നടക്കുന്ന പരിപാടികൾ ഒരു മുസ്ലിമായ മനുഷ്യനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ശിർക്കും കുഫറും ബിദഅത്തുമാകുന്നു. ഇത് പേരോട് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അധികാര പരിധിയിലുള്ള അദ്ദേഹത്തിന്റെ തട്ടകങ്ങളിൽ ഇതൊന്നും നടത്തുന്നില്ല, നടത്താൻ അനുമതി കൊടുക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ തന്നെ പുറപ്പെട്ട് പറഞ്ഞു റബീഉൽ അവ്വൽ 12 പ്രത്യേകിച്ചൊന്നുമില്ല, അന്ന് പ്രത്യേക പുണ്യം കൽപ്പിച്ചുകൊണ്ട് ആരെങ്കിലും മൗലിദോ സ്വലാത്തോ പരിപാടി നടത്തിയാൽ അതിന് പ്രത്യേക പുണ്യമില്ലാതെ ബിദഅത്താണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞു. അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തകരും സംഘടനാ മുസ്ലിയാക്കന്മാർ പറഞ്ഞു. അല്ലെങ്കിൽ ഇത് പറയില്ലല്ലോ. അതോടൊപ്പം സമസ്തയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. സമസ്തയുടെ ഒരു വകഭേദമായ കാന്തപുരം ഗ്രൂപ്പിന്റെ ഔദ്യോഗിക പദവി സ്ഥാനം അലങ്കരിച്ചു നിന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എതിർ ചേരിയുള്ള എല്ലാവരെയും കണ്ണടച്ച് വിമർശിക്കും. അത് മുജാഹിദ് തബ്ലീഗികൾ മാത്രമല്ല, ചേളാരി സംസ്കാരയും പിന്നെ കുരുവട്ടൂരികളൊക്കെ പറയണ്ട, ഏതൊരു ഭാഗത്തുള്ള എല്ലാവരെയും കണ്ണടച്ച് വെടിവെച്ച് വളരെ അക്രമാസക്തമായ നിലയിൽ പെരുമാറും. അപ്പോൾ ഈ രീതിയിൽ പെരുമാറുന്ന ഒരാൾ അഥവാ പേരും കുഫർ പറയുന്നത് അബൂജഹൽ പോലും പറയാത്ത കുഫറാണ് ഈ കുരുവട്ടൂരികൾ പറയുന്നത്. അത്രത്തോളം കുഫർ പേരോട് പറയുന്നില്ല, ഇപ്പോൾ പറയുന്നില്ല, നേരത്തെ പറഞ്ഞു. പക്ഷേ ഇവിടെ സത്യത്തിൽ പേരോട് ഒഴിവഴിവും മുതലും ഇല്ലാന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരാളെ അള്ളാഹു കൈയൊഴിയും, ദുനിയാവിനെ കൈയൊഴിയും, പരലോകത്ത് വരെ. അപ്പോൾ ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു ഇദ്ദേഹത്തെ കൈയൊഴിയുന്നു എന്നതിന്റെ പ്രത്യക്ഷത്തിലുള്ള പ്രകടമായ ലക്ഷണങ്ങളാണ് അങ്ങനെ കണ്ടുപിടിക്കുന്നത്. തുറന്ന കുറ്റങ്ങൾ എന്ത് പറഞ്ഞാലും മാറ്റി പറയേണ്ടി വരാം. പലരോട് പോയി ഞങ്ങൾ പ്രസ്ഥാനത്തിന്റെ പോലീസ് ഞങ്ങൾ ഒന്നും പറഞ്ഞാൽ മാറ്റി പറയാം. ഇത് രാവിലെ പറഞ്ഞ് 10 മണിക്ക് മാറ്റണം, 10 മണിക്ക് 12 മണിക്ക് മാറ്റണം. ആകെ കോലം കെട്ടി മുഖം കിളക്കി കിടക്കണം. ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞിട്ട് ആ പ്രാർത്ഥന സാധാരണ സംസ്കാര പള്ളിയിൽ കേട്ടുവരുന്ന പ്രാർത്ഥന മുജാഹിദീൻ മാറ്റിന്റെ പള്ളിയിൽ അത്ര സ്ട്രോങ് ഉണ്ടാവില്ല, എന്നെങ്കിൽ തന്നെ മലയാളത്തിലേക്ക് ഉണ്ടാവുക. ഇന്നത്തെ അതിന്റെ പോലും ഉത്തരവാദിത്വം ഇവിടെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞിട്ട് വാദികളുടെ തലയിട്ടു. ഉളുപ്പ് വേണ്ട, ലേശെങ്കിലും ഉളുപ്പ്. അത് വിവരങ്ങൾ പറയാന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ കിതാബ് അവിടെ പോയി കണ്ടു. പിന്നെ രണ്ടാമത് ഈ കാന്തപുരം ഉൾപ്പെടെയുള്ള ആളുകൾ പ്രാർത്ഥിച്ചു എന്നുള്ള വിമർശനം കാന്തപുരത്തിന്റെ ക്ലിപ്പ് ലൈവായിട്ട് വന്നില്ലേ, പുറത്തു വന്നില്ലേ. അപ്പോൾ കാന്തപുരവും കാഫിര്യങ്ങൾക്കെതിരെ ശാപ പ്രാർത്ഥന നടത്തി എന്ന് ജനങ്ങൾ തെളിവ് സഹിതം പറഞ്ഞപ്പോൾ രണ്ടാമത് മൂപ്പര സിബന്ധികൾ മുമ്പിൽ കൂട്ടിപ്പിടിച്ചിട്ട് ഒരു വിശദീകരണ കുമ്പസാരം. ആ കുമ്പസാരങ്ങൾ വരില്ലേ, ആ കുമ്പസാരത്തിന് പാടി നമ്മൾ തൊള്ള തുറന്ന കുറ്റക്കേട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മതമല്ലേ, സിയമറിന്റെ മതമല്ലേ പ്രതീക്ഷിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അതും ഇല്ല. അതിന്റെ ലക്ഷണമാണ് ഈ കുറ്റക്കേട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വ്യാഖ്യാനിച്ചു കുമ്പസരിച്ചു. അത് എല്ലാ കാഫിര്യങ്ങളെ കുറിച്ചല്ല, കുറച്ച് കാഫിര്യങ്ങൾ കൊടുത്തിട്ടില്ലേ, കുറച്ച് കാഫിര്യങ്ങൾക്ക് അള്ളാഹു തആല പ്രത്യേകം കാര്യം ചെയ്യുന്നുണ്ടല്ലേ. അള്ളാഹുവിന്റെ റഹീമിയത്ത് എന്തൊരു വിവരക്കാരാണ് പറയുന്നത്. മുസ്ലിയാരെ, നിങ്ങൾ ഒരു കുഴിയിൽ നിന്ന് ചാടി അതിനേക്കാൾ വലിയ കുഴിയിലേക്കാണ് ചാടുന്നത്. നിങ്ങളെ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിക്കുന്നത്, നിങ്ങളെ തൊലി വിഞ്ഞ് കാണിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്യിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ നസീഹത്ത് കൊണ്ട് പറയാം, നിങ്ങൾ തൗബ ചെയ്ത് മണിക്കോ. കൂരിത്തക്കേട് പോയി ചാടുന്നതിനേക്കാളും നല്ലത് തൗബ ചെയ്ത് എനിക്ക് തെറ്റുപറ്റി പോയി ഞാൻ ഈ സംസ്ഥാനം എന്ന് പറയുന്ന ശിർക്കൻ കൂടാരത്തിൽ നിന്ന് മാറണം. നിങ്ങൾ മരിക്കാൻ കാലത്ത് തൗബ ചെയ്ത് നല്ല നിലക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു വെച്ചാൽ തന്നെ പരലോകം നിങ്ങൾക്ക് വലിയ ഉയർത്തി കിട്ടും, ഉയർന്ന പദവി കിട്ടും. നമ്മൾ വളരെ സേതോട് പറയാം, നമ്മൾ പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല. കാഫിരി കാഫിരി എല്ലാ കാഫിനെ പറ്റി പറഞ്ഞത് ഞാൻ ഉപസരിക്കേണ്ട പിന്നെ കസേര കുത്തുന്നത് ലാഹുബിൽ കാഫിരീൻ ലാനത്തുല്ലാഹി അലൽ കാഫിരീൻ എല്ലാ കാഫിറിനെ പറ്റി പേരോട് പറയുന്നത് സംശയം കിട്ടുന്ന മറുപടി ലാനത്തുല്ലാഹി അലൽ കാഫിരീൻ എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. എല്ലാ കാഫിറിനെ പറ്റിയല്ല. ധൈര്യം മറുപടി പറയാൻ ധൈര്യം ഉണ്ടോ? പറയും ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ എല്ലാ കാഫിറും കുറച്ച് കാഫിറുള്ളൂ.
ധൈര്യമല്ല നഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞോളി. ഞാൻ വെറുതെ ഓരോ നാട്ടിൽ വന്നിട്ട് കുമ്പസരിച്ച് ഞാൻ അങ്ങനെ പറയും വിശദീകരണം അങ്ങനെ വിശദീകരണം അതിനാണ് പറഞ്ഞോളെ. ഏതായാലും നിങ്ങളോട് നസീഹത്തോടല്ല വേറെ വിചാരിക്കാതിരിക്കണ്ട. ഞാൻ വേറെ നിങ്ങൾ വിചാരിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. ദീനിന്റെ തൗഹീദ് എത്തിച്ചു കൊടുക്കൽ, വിധത്തിന്റെ ആളുകൾ റദ്ദ് ചെയ്യൽ, ബാത്തിലിന്റെ ആളുകൾ തൊഴിൽ കാണിക്കൽ, അഹ്ലുസുന്നയുടെ ബാധ്യത നമ്മൾ നിർവഹിക്കണം. അത് നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ ഇതിന്റെ ഫലം കണ്ടാൽ അൽഹംദുലില്ലാഹ്.